എങ്കിലോ മുന്നൻ ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തി കണ്ഠനെ കൊന്നു. ദേവിയും അനുജനും വാനരപ്പടയും ആ സത്വരം അയോധ്യ പൂക്കി അഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാപുത്രനാം വിഭീഷണനാലും ലോകേശാത്മജനായ വശിഷ്ഠാദികളാലും സേവ്യനാ സൂര്യകോടി തുല്യ തേജസാ ജഗൽ ശ്രവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മല മണിസൽ കാഞ്ചന സിംഹാസനെ തൻ മായാദേവിയായ ജാനകിയോടും കൂടി ആനന്ദമിഴുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിൽ അമ്മാറു ഭക്തിയ വന്ദിച്ചു നിൽക്കുന്നു ഒരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുളി ചെയ്തു. സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലും പിന്നിലും ഉണ്ടല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായൊരു ഭക്തിനാഥേ. ധന്യേ, സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരവും ആശയില്ലയല്ലോ. നിർമ്മലമാം ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിലും ഉത്തമോത്തമനിടോ. ഹനുമാന് തത്വോപദേശം. ശ്രീരാമദേവൻ അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു. ദേവി, വീരന്മാർ ചൂടും മകുടത്തിൻ നായികക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാത്തൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സതതം സന്മയം ശാന്തം പരമാത്മം സദാനന്ദം ജന്മനാശാദികളില്ലാത്തൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലാമെന്നുള്ള വണ്ണം നിന്നോട് ഞാൻ തന്നെ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു പൊതുജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടുകൂടെ എഴുന്നള്ളിയ കാലം വൃദ്ധയായ അടുത്തൊരു ദുഷ്ടയാന്താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പൊക്കു യാഗരക്ഷിയും ചെയ്തു. സിദ്ധസങ്കല്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യ ശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ച ആദരപൂർവം മിഥിലാപുരമകം പൊക്കു. മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണി ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൊക്കു തടുത്തു ഒരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വമ്പോട് അയോധ്യയും പൊക്കു. ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാൻ. അത് മാതാവ് കൈകേകിയും മുടക്കിയത് മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പൂക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദയകൃതയാദികൾ ചെയ്തു. ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പുക്ക കാലത്ത് വിരാതനെ ഖണ്ഡിച്ചും കുംഭോദ്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു. ദണ്ഡമന്യെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം. പുഷ്കരശര പരവശരനായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണനവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ ഹരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൽ മായയായി പൊന്മാനായി വന്നൊരു മാരിചൻ തന്നെ സായകം പ്രയോഗിച്ച് സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിന് മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കപതൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടത് മോക്ഷദാനവും ചെയ്തു പുക്കിത് പമ്പാതീരം തത്ര കണ്ടിത് നിന്നെ. പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു.
മിത്രമായിരിപ്പോത് അന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു. ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം, ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്രാദി ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുപാന്തശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തന്നെ മറിഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതയാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരേറി ദേവകളോട് അനുവാദവും കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളിയിടിനാൻ ജഗന്നായകൻ. യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാ മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു നൂനം. രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയൻ അനേകാനന്ദാത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗാ രാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരനിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചേകയില്ലൊരു നാളും. നിർമ്മലൻ പരിണാമമഹീനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. തൻ മായാഗുണങ്ങളെ താനും അനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോട് അരുളി ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവെന്നറികടോ. തേജോരൂപിണിയാകും എന്നുടെ മായയെങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്ന കവിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമയിലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലം അതുപോലെ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടും ആചാര്യ കാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ ഇപ്പദമറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകൃത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണ് മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാമഹൃതി രഹസ്യം ഇതൊരു നാളും തദ്ഭക്തിഹീനന്മാരായ മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. പരമോപദേശമില്ലിതിന്മേലെയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോട് അരുളി ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായി കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്ത സാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട നാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചിട്ടുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുളി ചെയ്തു രാമൻ മർക്കട പ്രവരനോടെന്നത് സത്യമല്ലോ. ജാതി നിന്ദിതൻ പരശ്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗവൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ഏറ്റവും ലോകനിന്ദിതൻ എങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകൾ ദേവകൾ ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുളി ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുളി ചെയ്തതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപതേ ഗംഗാ കാമുക പരമേശ്വര ദയാനിതേ പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായത് മോഹമൊക്കവേ നിന്നനുഗ്രഹാൽ. നിർമ്മലൻ രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോഗ്ലിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ. നിർണയം അതുമൂലം ഒന്നുകൊണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുളി ചെയ്ത് ഏതുമേ മതിയല്ല. സാക്ഷാ ശ്രീനാരായണൻ മഹാത്മ്യങ്ങളെയെല്ലാം കിംഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരുള്ളോർക്ക് അർത്ഥവും ഉണ്ടായി വരാ. കൃമണന്മാർക്ക് നിത്യസൗഖ്യമുണ്ടായി വരാ. കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊടുക്കുന്നരുളി ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ വേദ സംവിധമരുളി ചെയ്തതു രാമായണം. വാൽമീകി പുനർ 24,000 നാൻമുഖ നിയോഗത്താൽ മാനുഷമുക്താർത്ഥമായി ചമഞ്ഞാൻ ഇതിലൊരു ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടിനേവം പുരാ.
അധ്യാത്മരാമായണം എന്ന് പേര് തിന്ന് അധ്യയനം ചെയ്യുന്നവർക്ക് ആത്മജ്ഞാനം ഉണ്ടാം. പുത്ര സന്തതി ധന സമൃദ്ധി ദീർഘായുസ്സും മിത്ര സമ്പതി കീർത്തി രോഗശാന്തിയും ഉണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. ശിവൻ ചെയ്യുന്ന കഥാകഥനം. പങ്ക്തി കന്ധരമുഖ രാക്ഷസ വീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമി ദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാരസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും ബ്രഹ്മുഹൂർത്ത മാത്രം വിചാരിച്ച നേരം വേദനായകനായ നാഥനോടിവ ചെന്ന് വേദനം ചെയ്യുകയെന്നിയെ മറ്റൊരു വഴിയില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരാരൂഢഹേതം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടും കൂടി സ്തുതി ചെയ്തിടിനാർ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാർ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാരോടൊന്നിച്ച് കിഴക്കുതിച്ചുയരുന്നത് പോലെ സംഭവം തനിക്ക് അൻപോട് കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോതാൽ മുക്തമായുള്ള ഒരു സിദ്ധയോഗികളാലും ദുദർശമായ ഭവഗ്രത രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനന പൂർണ്ണ ചന്ദ്ര മണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹരം മന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ചലമത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്ത ലോകോദ്ഭവം സംസേവിതം മേരു സന്നിഭ കിരീടോദ്യൽ കുണ്ടല മുക്ത ഹാര കേയൂര ഗദാംഗ കടക കടിസൂത്ര വലയാങ്കുലീയ കാദ്യഖില വിഭൂഷണ കലിത കളേബരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം കൊണ്ടു സരസീരുഹ ഭവൻ മധുരസ്ഫുരാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൽ പരമാനന്ദമൂർത്തിയെ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിനരുതാത്തൊരു പാദാംബുജ നിത്യവും നമോസ്തുതേ. സകല ജഗത്പതേ നിത്യ നിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാമൃത അദ്വയമേകം നിത്യവും നമോസ്തുതേ. കരുണാചലനിധേ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യാദയ തപോധന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സാധിക്കണമെങ്കിലോ ഭഗവത്പാദ ഭക്തി കൊണ്ടൊഴിഞ്ഞൊന്നു മറ്റൊന്നിനാവതില്ല. നിന്തിരുവടിയുടെ ശ്രീ പാദാംബുജ ദ്വന്ദ് മന്ദികയെ കാണായി വന്നിതെനിക്ക് ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടൊരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസീ സദാകാലം ഭക്തവത്സല പോറ്റി. സംസാരാമയ പരിതപ്ത മാനസന്മാരാം പുംസാം ത്വൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും മരണമൂർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധേ. പെരികെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമ ചരണസരസിജി സ്മരണയുണ്ടാവാനായി തരിക വരന്നാഥ കരുണാകര പോറ്റി ശരണം ദേവ. രമാരമണധരാപതേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമപരമാത്മൻ പരബ്രഹ്മാഹ്യ ജയ. പരമചിന്മയ പരാത്പര പത്മാഷ ജയ. വരദനാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനന നിധി സ്തുതി ചെയ്തിരുന്ന ഒരു നേരം മധുരതരമതി വിശദ സ്മിതപൂർവം അരുളി ചെയ്തു നാഥനന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാണുവാൻ ഇവിടേക്കു ഉഴറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലുകെന്നതു കേട്ടു. സരസീരുക ഭവനീ വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിങ്കലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം 3 ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നത് ഇക്കാലം നാഥ. പൗലസ്ത്യതനേനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചത് മിക്കതും ജഗൽപതേ. മതദ്ധവര ബല തർപ്പിതനായിട്ടതി നിർദ്ധയം മുടിക്കുന്നത് വിശത്തെ എല്ലാം അയ്യോ. ലോകപാലകന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനെ ഏകശാസനനാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടക്കി എത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞ മര്യാദയും. മർത്യനായ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നതേ പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം ദയാനിതേ. സന്തത നമസ്കാരം അതിനു മതിരിപോ ചെന്തളരടിയണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിത്തം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്തിനാനേവം ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ. കശ്യപ പ്രജാപതി ദത്തമായതു വരം
സുപ്രസന്നേന മയാ തത ച സത്യം കർത്തുമുദ്യോഗമത്തീവ മേ. കശ്യപൻ ദശരഥനാത്മാ രാജന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടത്യധുനാവിതാവേ. തസ്യ വല്ലഭയാകുമിതി അതിഥി കൗസല്യയും തസ്യാമജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിത്സ്വരൂപിണി മമ ശക്തിയാം വിശേശ്വരീ യോഗമായ ദേവിയും ജനകാലയെ വന്നു ഏകീകസാത്മജ കുല നാശനകാരിണിയായി മേദിനി തന്നെ ലയോനിജയായി ഉണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്ന് അരുളി ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞാനപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാർ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദ്യ തീർന്നൊരു നേരം ആദിനായകൻ മറഞ്ഞിടിനോനാശ നോക്കി ഹേതമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോട് അരുളി ചെയ്തിനാനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസവാദീശനയെ സാദര അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി തദ്ദാസഭാവേന ഭൂമണ്ഡലേ പിറക്കണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതു ദാനവീരന്മാരോട് യുദ്ധം ചെയ്വതിനാരോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകിടാതെ സുത്രാമാദികളോട് പത്മസംഭവൻ നിജ ഭദ്രശാസനം അരുളി ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും പൂക്കു സത്വരം ദരിദ്രിയും സന്താപം അതിസ്വസ്ഥയായി മരുവിനാൽ തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തയോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോജലയോധികളായുന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷ്ണവന്മാരായി പ്ലവകവ്യവന്തേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ. പുത്രലാഭാലോചന. അമിത ഗുണവാനാ നൃപതി ദശരഥൻ അമലൻ അയോധ്യാപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണരത്നാകരൻ കൗസല്യാദേവിയോടും ഭദ്രശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമായവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യാകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യം കൊണ്ടും പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്ത് ചോദിച്ചിടിനാനെന്തു നല്ലു നന്ദനന്മാരാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും. വരിഷ്ഠതബോധനൻ വശിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുളി ചെയ്തു. നിനക്ക് 4 പുത്രന്മാർ ഉണ്ടായി വരും, അത് നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണ നൃശൃംഗനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. അശ്വമേധവും പുത്രകാമേഷ്ടിയും. തന്നെ ഗുരുവായ വശിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭകണ്ഠൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണിതു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാൻ അതുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടോരാഹുതിയാലേ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിങ്കൽ നിന്നു പൊങ്ങിനാൾ വഹിനിദേവൻ. താവകം പുത്രീയം ഈ പായസം കൈകൊൾക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ച നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ച് ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യ ദേവിക്ക് അർത്ഥം കൊടുത്ത നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൽ മടിയാതെ. എന്നത് കണ്ടു പാതി കൊടുത്തു കൈകേയിയും. മന്നവൻ അത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ശോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപ ഹോമാദി കർമ്മങ്ങൾ ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടി വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പാൽപമായി ചമഞ്ഞത് സന്താപം ദിനംതോറും അല്പഭാഷിണികർക്കും വർദ്ധിച്ചു തേജസേറ്റം സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു
കാമാന്തദാനങ്ങളും ചെയ്തിതു നരവീരൻ. ശ്രീരാമാവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാൾവേർ പിറന്നാരുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അച്യുതനായിട്ടല്ലോ. അർക്കനും അച്യുസ്തയദ്വയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിങ്കലും. വക്രനും ഉച്ചസ്ഥനായി മകരൻ രാശി തന്നെ നിൽക്കുമ്പോൾ അവതരിച്ചീടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചത് ദേവകളും പെറ്റിതു കൈകേകിയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്ര കിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധം ഉദിച്ചുയരുന്നത് പോലെ സഹസ്ര പത്രോദ്ഭവ നാരദ സനകാദി സഹസ്ര നേത്ര വിമുഖ ഉപദേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദര ചിഗുരവും അളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഹനവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടല മുക്താഹാര കാഞ്ചി നൂപുരമുഖ മണ്ഡനങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാതാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു ദരിദ്രരെ സ്തുതിച്ചു തുടങ്ങിനാൾ.